സുൽത്താൻ ബത്തേരി നഗരത്തിന്റെ പേര് മാറ്റുമെന്ന ബി.ജെ.പി. പ്രചാരണത്തിനെതിരെ വൻ പ്രതിഷേധം. മണ്ഡലത്തിന്റെ സജീവ വികസന ചർച്ചകളുമായി തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾ അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ വർഗീയ ധ്രുവീകരണം ലക്ഷ്യമാക്കിയാണ് ബി.ജെ.പിയുടെ പുതിയ തന്ത്രം. ഉത്തരേന്ത്യൻ സംഘപരിവാർ അജണ്ടയുടെ തുടർച്ചയും ടിപ്പു വിരോധവും കൊണ്ട് ശ്രദ്ധ നേടാനുള്ള കെ സുരേന്ദ്രന്റെ നീക്കം പ്രതിഷേധം ശക്തമായതോടെ പാളി. ചരിത്രത്തിൽ നിരവധി പേരുണ്ട് ബത്തേരിക്ക്. സവിശേഷ ഭൂപ്രകൃതി സംസ്കാരങ്ങളുടെ സങ്കരഭൂമിയാക്കി അതിനെ മാറ്റി. ടിപ്പു സുൽത്താന്റെ ആയുധപുര സ്ഥിതി ചെയ്തിരുന്ന സ്ഥലത്തെ ബ്രിട്ടീഷ് സർവേയർമാർ വിശേഷിപ്പിച്ച പേരാണ് സുൽത്താൻ ബത്തേരി. പിന്തിരിഞ്ഞു നടന്നാൽ ഒരു പേരിലേക്കല്ല, അനവധി പേരിലേക്കാണ് അതിന്റെ ചരിത്രം നീളുക. ബഹുസ്വര സാമൂഹിക ജീവിതത്തിന്റെ ഒരറ്റത്തു പോലും ധ്രുവീകരണ ആശയങ്ങൾക്കിവിടെ സ്ഥാനമില്ലെന്നർത്ഥം. ടിപ്പു സുൽത്താന്റെ ക്യാപിറ്റൽ സിറ്റി, അതായത് ടിപ്പു സുൽത്താന്റെ പാലസ് ഉണ്ടായിരുന്ന അദ്ദേഹം മരിച്ചു വീണ സ്ഥലത്തിൻ്റെ പേര് ശ്രീരംഗപട്ടണം എന്നാണ്. അത് ഏതാണ്ട് ഒരു വിജയനഗര കാലം മുതൽക്ക് തന്നെ ഉള്ള പേരാണ് ശ്രീരംഗപട്ടണം എന്നുള്ളത്. ശ്രീരംഗപട്ടണത്തിൻ്റെ പേര് ടിപ്പു സുൽത്താൻ മാറ്റിയിട്ടില്ല. അപ്പോൾ പിന്നെ ഇവിടെ കിടക്കുന്ന ഒരു വനാന്തര ഗ്രാമത്തിന്, ഒരു അങ്ങാടിക്ക് അദ്ദേഹം പേരിട്ടു എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. കേന്ദ്ര സർക്കാർ ഇടപെട്ട് പരിഹരിക്കേണ്ടതാണ് വയനാട് നേരിടുന്ന കാതലായ പ്രശ്നങ്ങൾ. രാത്രിയാത്രാ നിരോധനം, വന്യജീവി സംരക്ഷണ നിയമ ഭേദഗതി തുടങ്ങിയവയിൽ ഒന്നും ചെയ്യാതിരുന്ന കേന്ദ്ര നിലപാട് മണ്ഡലത്തിൽ സജീവ ചർച്ചയാണ്. പ്രചാരണ വിഷയങ്ങളില്ലാതെ വർഗീയ ധ്രുവീകരണം ലക്ഷ്യമിട്ട് ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ നടത്തുന്ന അപക്വ രാഷ്ട്രീയ നീക്കത്തെ തുറന്നെതിർക്കുകയാണ് മതേതര സമൂഹം. പ്രചാരണത്തിൽ സാന്നിധ്യമറിയിക്കാനും കഴിയാതെ വന്നതോടെ വിവാദ സൃഷ്ടിയിലൂടെ ശ്രദ്ധ നേടാൻ ചില മാധ്യമങ്ങളിലൂടെ നടത്തുന്ന അജണ്ടകളെ ജനം തള്ളിക്കളയുമെന്ന് എഴുത്തുകാരനും പ്രശസ്ത മാധ്യമപ്രവർത്തകനുമായ O.K. ജോണി പറയുന്നു. സുരേന്ദ്രൻ ഇത് വയനാട് മണ്ഡലത്തിൽ ഒരു വർഗീയമായിട്ടുള്ള ധ്രുവീകരണം ഉണ്ടാക്കാനും ഹിന്ദുത്വയുടെ പേരിൽ ആളുകളെ പ്രചോദിപ്പിക്കാനും മാത്രം ചെയ്തതാണ് എന്ന് ഞാൻ കരുതുന്നില്ല. ഇതിലൊരു സംഘപരിവാറിൻ്റെ ഒരു ബൃഹത് അജണ്ട കേരളത്തിൽ പ്രയോഗിക്കാനുള്ള ഒരു പുതിയ ഒരു താക്കോലായിട്ടാണ് ഈ സുൽത്താൻ ബത്തേരിയുടെ പേരിനെ അദ്ദേഹം ഒരു വിവാദമാക്കിയിരിക്കുന്നത്. സാമൂഹിക മുന്നേറ്റത്തെ പിന്നോട്ടടിപ്പിക്കാൻ സംഘപരിവാർ പ്രൊപ്പഗാൻഡകളുടെ തുടർച്ചയാണിതെന്നും അദ്ദേഹം പറയുന്നു. മെയിൻ സ്ട്രീം മീഡിയയെ ഉപയോഗിച്ചുകൊണ്ട് ഒരു പ്രൊപ്പഗാൻഡയ്ക്കുള്ള ഒരു സംഗതി, ചരിത്രകാരന്മാരെ പോലും ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു വലിയ പദ്ധതി, ഒരു ഗ്രാൻഡ് പ്രോജക്റ്റാണത്. ഹിന്ദുത്വയുടെ ഒരു ഗ്രാൻഡ് പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ടാണ് ഈ അന്യമത വിദ്വേഷം വളർത്താൻ ഇന്ത്യയുടെ ഭൂതകാല ചരിത്രത്തെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ചില ദേശീയ മാധ്യമങ്ങൾ വഴിയായിരുന്നു പേരുമാറ്റ വിവാദം രൂപപ്പെടുത്താൻ ബി.ജെ.പി. ശ്രമിച്ചത്. വിവാദം വഴി സാന്നിധ്യമറിയിക്കാനുള്ള ശ്രമങ്ങൾ ജനം തിരിച്ചറിഞ്ഞു. സാമൂഹിക മാധ്യമങ്ങളുടെയും മറ്റും ബി.ജെ.പിക്കെതിരെ പ്രതിഷേധം ശക്തമാവുകയും ചെയ്തു. കൈരളി ന്യൂസ്, വയനാട്.